മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നടി റിനി ആൻ ജോർജിനെ അധിക്ഷേപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ. റിനി അവതാരമല്ല, അക്ഷരം മാറ്റി വിളിക്കേണ്ടി വരുമെന്ന് വിജിൽ മോഹനന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. റിനി പ്രാഞ്ചിയമ്മായി എന്നും അധിക്ഷേപ പരാമർശം. നിഖിലുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, എന്തൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? പുതിയ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് റിനി എത്തിയത് മുതലാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ റിനി ആൻ ജോർജിനെതിരെ ഇത്തരത്തിൽ പരസ്യമായി പ്രതികരണങ്ങളുമായി വീണ്ടും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടത്. അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നതിന് പിന്നാലെ റിനി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. തന്നെ ചിലർ അവതാരം എന്ന് വിളിച്ച് ഇപ്പോൾ പരിഹസിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ വന്ന അവതാരം തന്നെയാണ് ഞാൻ എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഇപ്പോൾ ആ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് പറയുന്നത്, ഇത്തരത്തിൽ താനൊരു അവതാരമാണ്, ദുഷ്ടശക്തികളെ നശിപ്പിക്കാൻ വന്ന അവതാരമാണെന്ന് റിനി പറയുന്നു. പക്ഷേ അവതാരമല്ല, അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വിളിക്കേണ്ടി വരും എന്നുള്ളതാണ് അധിക്ഷേപ സ്വഭാവമുള്ള വിജിൽ മോഹനന്റെ ഒരു പരാമർശം. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ കേരള മുഖ്യമന്ത്രി VD സതീശനെ പ്രകീർത്തിച്ച നിങ്ങൾ പിണറായി വിജയന് വേണ്ടിയും അത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം തുടങ്ങിയ പരാമർശങ്ങൾ കൂടി വിജിലിന്റെ പോസ്റ്റിലുണ്ട്. ഈ പറവൂരിൽ ഉൾപ്പെടെ ഇടത് സ്ഥാനാർത്ഥികൾക്കൊപ്പം റിനി എത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള വിമർശനങ്ങൾ പോകുന്നത്. ഏതായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെ റിനി ആൻ ജോർജിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ലോകത്ത് നിന്നുള്ള ഒരു ആക്രമണമാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഒപ്പം തന്നെ വിജിൽ മോഹനൻ പറയുന്ന മറ്റൊരു കാര്യം, ഇത് നേതാക്കൾ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, പക്ഷേ ഏതെങ്കിലുമൊക്കെ നേതാക്കളുടെ ഓഫീസുകൾ വഴി ആയിരിക്കാം റിനി ഇത്തരത്തിൽ VIP പാസ് സ്വന്തമാക്കിയതും. അങ്ങനെ ആ പാസുമായി എത്തി രേവന്ത് റെഡ്ഡിക്കൊപ്പം ഉൾപ്പെടെ ഫോട്ടോകൾ എടുത്തതും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോര് സമൂഹ മാധ്യമങ്ങളിൽ തുടരുന്നത്. അത് ഒരു അധിക്ഷേപ സ്വഭാവത്തിലേക്ക് കൂടി മാറുകയും ചെയ്യുന്നു. ശരി, നിഖിലാണ് കണ്ണൂരിൽ നിന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിശദാംശങ്ങൾ നൽകിയത്.